KPCC പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂര് മത്സരിക്കുമെന്നുള്ള വാർത്ത വന്നതിന് ശേഷം വലിയ പുകച്ചിലാണ് ലീഗിന് ഉള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ലീഗ് ആഗ്രഹിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. കാരണം ലീഗിന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു കണ്ണൂർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ആലപ്പുഴ, കണ്ണൂർ എന്നീ സ്ഥലങ്ങളാണ്. അവിടെ ഈ രണ്ട് സ്ഥലങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വാധീനമുള്ള മേഖല അത് കണ്ണൂർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കണ്ണൂര്, അതായത് 3ാം സീറ്റിൽ ലീഗിന് കണ്ണൂര് ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ അവിടെ മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ലീഗിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരൻ കണ്ണൂര് മത്സരിക്കും എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നത്. ഇതേ തുടർന്നുകൊണ്ട് ലീഗിന്റെ സമ്മർദ്ദം, UDF-നുള്ളിൽ ലീഗിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്ന സാഹചര്യമായിരുന്നു. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഈ UDF-ന്റെ ഭാഗത്തു നിന്നും അഥവാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സുധാകരൻ കണ്ണൂര് മത്സരിക്കണം എന്നുള്ള ആവശ്യമുയർന്നത് അത് ലീഗിന്റെ 3ാം സീറ്റിനെ ചൊല്ലിയുള്ള ആ വാദം, ആ തർക്കത്തെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ലീഗ് വലിയ എപ്പോഴും ഒരു 3ാം സീറ്റിന് വേണ്ടി വാദിക്കാറുണ്ടെങ്കിൽ പോലും പല സാഹചര്യത്തിലും ലീഗ് തന്നെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇത്തവണ ലീഗ് വലിയ നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് ആ 3ാം സീറ്റ് വേണമെന്നുള്ള ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലീഗിനെ അനുനയിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ല. മാത്രമല്ല ലീഗ് ചോദിച്ചിട്ടുണ്ടായിരുന്ന രാജ്യസഭ സീറ്റ് കൂടി നൽകാനായിട്ട് UDF വില്ലിംഗ് ആവുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ലീഗിനെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ ലീഗിന്റെ ഈ ശല്യം ഒഴിവാക്കാനായിട്ട് മറ്റൊരു മാർഗവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP ആയ സുധാകരൻ കണ്ണൂർ മത്സരിക്കും എന്നുള്ള വാർത്ത എല്ലാം തന്നെ അത്തരമൊരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ അത്തരമൊരു വാർത്ത കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയതാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഈ ലീഗ് എന്ത് തന്നെയാണെങ്കിൽ ഈ 3ാം സീറ്റിന്റെ കാര്യം എന്ത് തന്നെയാണെങ്കിൽ ലീഗ് അതിൽ നിന്നും പിന്മാറുന്ന സാഹചര്യമല്ല. കാരണം ലീഗിന് ഉള്ളിൽ തന്നെ, അതായത് ലീഗിന് ഉള്ളിൽ തന്നെ വലിയ സമ്മർദ്ദമാണ്. അതായത് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സമ്മർദ്ദമാണ്. പലപ്പോഴും ലീഗിനുള്ള കാര്യശേഷിയും കാര്യപ്രാപ്തി എല്ലാം തന്നെ ഉണ്ടായിട്ടും ലീഗിന് അർഹതപ്പെട്ട പരിഗണന UDF-ന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള വലിയ തരത്തിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരമൊരു ആക്ഷേപമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും നേതൃത്വത്തിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വം തന്നെയാണ് ഇത്രയും കർക്കശ ബുദ്ധിയോടെ തങ്ങൾക്ക് ഈ കണ്ണൂര് അല്ലെങ്കിൽ ഒരു 3ാം സീറ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞിരുന്നത്. പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് കണ്ണൂരാണ്. വയനാട്ടിലും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ വയനാട്ടിൽ ഇപ്പോഴും അത് രാഹുൽ ഗാന്ധി തന്നെ നിലനിർത്തും എന്നുള്ളൊരു വാദമെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ലീഗ് പിന്മാറുകയായിരുന്നു. ഇനി വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ലീഗ് അവിടെയും ഒരു പ്രതീക്ഷ വെച്ചിരുന്നു. അപ്പോഴും കോൺഗ്രസ് പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു യൂത്ത് പ്രതിനിധി തന്നെയായിരിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത് അത് സിറ്റിംഗ് MP-മാരെ മാത്രമാണ്. കാരണം വലിയൊരു പരീക്ഷണത്തിനൊന്നും തന്നെ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ യുവാക്കളെ ഒഴിവാക്കി എന്നുള്ള വലിയൊരു ആക്ഷേപത്തിൽ നിന്നും അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ വയനാട്ടിൽ ഒരു യുവത്വത്തെ നിർത്താനുള്ള സാധ്യത ഉണ്ട് എന്നെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ ഇതേ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ള ഒരു ആശങ്ക നിൽക്കുന്നത്. ഇനി ആ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മറ്റൊരു യുവ നേതാവിനെ അവിടെ കൊണ്ടുവരും എന്നുള്ള കോൺഗ്രസിന്റെ തീരുമാനം വീണ്ടും ലീഗിനെ അലോസരപ്പെടുത്തുകയാണ്. അതിനുശേഷം വീണ്ടും ലീഗ് ആഗ്രഹിക്കുന്നത് അത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അവിടെയും ലീഗിന് വലിയൊരു പ്രതിരോധം തന്നെ തീർക്കുന്ന സാഹചര്യമായിരുന്നു. അതായത് ലീഗിനെ ഒതുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് കെ സുധാകരനെ കണ്ണൂര് നിർത്തും എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന വലിയ പരിതസ്ഥിതികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ പ്രത്യേകമായി ഒരു തട വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞിരുന്നു ഹൈക്കമാൻഡിനോട് താൻ മത്സരിക്കുകയാണെങ്കിൽ തനിക്ക് അവിടെ MP ആയി തുടരാൻ സാധിക്കണം, അതുപോലെ തന്നെ തനിക്ക് KPCC പ്രസിഡന്റായി തുടരാനായിട്ടും സാധിക്കണമെന്നെല്ലാം തന്നെ സുധാകരൻ വെക്കുന്ന സാഹചര്യമായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഈ സുധാകരനെ വെച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ഈ കളികളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലാണ് സുധാകരനെ വെച്ചുകൊണ്ട് ലീഗിനെ ഒതുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കണ്ണൂർ ലോക്സഭാ സീറ്റിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ വീണ്ടും മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രചരിപ്പിക്കുന്നത് 3ാം സീറ്റിനായുള്ള മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഇല്ലാതാക്കാനുള്ള തന്ത്രം.
KPCC ജനറൽ സെക്രട്ടറി K ജയന്തിനെ മത്സരിപ്പിക്കുവാൻ സുധാകരൻ ഉറച്ചിരിക്കുമ്പോഴാണ് മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് അവകാശവാദം ശക്തമാക്കിയത്. സിറ്റിംഗ് സീറ്റിൽ നിലവിലെ MP മാർ മത്സരിക്കാനാണ് കോൺഗ്രസിലെ ധാരണ. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരന്റെ കാര്യത്തിൽ തീരുമാനവുമായിട്ടില്ല. സുധാകരൻ മാറിയാൽ ബാക്കിയുള്ളത് കണ്ണൂരും ആലപ്പുഴയുമാണ്. ഇതിൽ ലീഗിന്റെ നോട്ടം കണ്ണൂരിലുമാണ്. സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ലീഗ് അവകാശവാദം ഉപേക്ഷിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ലീഗിന് പുറമെ കോൺഗ്രസിലെ സ്ഥാനമോഹികളെയും ഒതുക്കാനുണ്ട്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, മുൻ മേയർ TO മോഹനൻ, ഷെമ മുഹമ്മദ്, റിജിൽ മാക്കുറ്റി തുടങ്ങിയ ഒരു ഡസനോളം പേരാണ് സ്വന്തം നിലയിലും ഗ്രൂപ്പ് മാനേജർമാർ മുഖേനയും മത്സരിക്കാനായി ഒരുങ്ങി നിൽക്കുന്നത്. അതിനിടെയാണ് ജയന്തിന്റെ വരവ്. ഇതര ജില്ലക്കാരനായ ജയന്തിനെ കെട്ടിയിറക്കുന്നതിൽ ജില്ലയിലെ നേതാക്കൾക്ക് ഗ്രൂപ്പിനതീതമായ എതിർപ്പുമുണ്ട്. എന്നാൽ സുധാകരനെ പേടിച്ച് മിണ്ടാതിരിക്കുകയുമാണ്. അവസാന നിമിഷം ഹൈക്കമാൻഡിനെയോ KC വേണുഗോപാലിനെയോ സ്വാധീനിച്ച് സീറ്റ് നേടാൻ കഴിയുമെന്നാണ് സ്ഥാനമോഹികളിൽ പലരും കണക്കുകൂട്ടുന്നത്. ജയന്ത് വരുന്നതിനോടുള്ള എതിർപ്പ് മുതലാക്കാമെന്നും ഇവർ കണക്കുകൂട്ടുന്നുണ്ട്. കണ്ണൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പരിപാടികളിൽ ജയന്ത് സജീവമായി പങ്കെടുക്കുന്നതിലും ജില്ലാ നേതൃത്വത്തിലെ പലരും മുറുമുറുപ്പിലാണ്. സുധാകരൻ ഈ സീറ്റ് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാന്നിധ്യം. കണ്ണൂരിലെ നേതൃത്വം ഇടഞ്ഞാൽ ബദൽ മാർഗം എന്ന നിലയിൽ കോഴിക്കോട്ട് നിന്ന് KPCC സെക്രട്ടറി സുബ്രഹ്മണ്യനും കണ്ണൂരിൽ തമ്പടിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഉറച്ച നിലപാട് എടുത്താൽ മാത്രമാണ് സുധാകരന് മത്സരിക്കാനാകുള്ളൂ. അപ്പോഴും KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന നിലപാട് എടുക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്ന ലക്ഷ്യമാണ് സുധാകരന്. യഥാർത്ഥത്തിൽ മുൻപും, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുധാകരന് യാതൊരു തരത്തിലുള്ള ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കണ്ണൂർ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അതേസമയം തന്നെ അവിടെ ശക്തനായ ഒരു എതിരാളി വേണം. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു തലപ്പൊക്കമുള്ള ഒരു നേതാവ് തന്നെ വേണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല. മാത്രമല്ല, അതിനു മുൻപത്തെ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ റിസൾട്ടിനെ അട്ടിമറിക്കുന്ന ഒരു ജയം തന്നെ നേടണം. സുധാകരനെ കൊണ്ട് തന്നെ അത് സാധിക്കൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കെല്ലാം കോൺഗ്രസ് എത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും സുധാകരൻ മത്സരിക്കുന്നത്. അതായത് ആദ്യത്തെ തോൽവി മറികടന്നുള്ള സുധാകരന്റെ വലിയൊരു വിജയം തന്നെയായിരുന്നു കണ്ണൂരിൽ വന്നത്. പക്ഷേ വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്, വലിയൊരു രാഷ്ട്രീയ പോർക്കളി നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും. അതായത് സുധാകരൻ അവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂരിൽ പിന്നെ ആരാണ് മത്സരിക്കുക എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കണ്ണൂരിൽ വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെ, അതായത് ഇപ്പോൾ സുധാകരന്റെ ഭാഗത്താണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും CPM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലപ്പുറത്തോ പൊന്നാനിയിലോ ലീഗിനുള്ള ഒരു സ്വാധീനം ഒരു പക്ഷേ കണ്ണൂരിൽ ലീഗിനില്ല എന്നുള്ളതും, അതേസമയം തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് കണ്ണൂർ എന്നുള്ളതും കൊണ്ട് കോൺഗ്രസിന് ചെറിയൊരു താല്പര്യക്കുറവുണ്ട് സുധാകരനെ അവിടെ നിന്ന് മാറ്റി, അല്ലെങ്കിൽ ലീഗിന് അവിടെ ഒരു സീറ്റ് കൊടുക്കുന്നതിൽ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ പല കാര്യത്തിലും കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഈ ഇടച്ചിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിന് ക്ഷീണം അല്ലെങ്കിൽ ക്ഷീണത്തിനാക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലീഗിന്റെ കാര്യത്തിൽ ലീഗിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സിൽ കോൺഗ്രസിന് ഇടപെടൽ ഇല്ലാതിരിക്കുക, ഒരു സഖ്യം ചേർന്നുകൊണ്ടുള്ള സമരമെല്ലാം തന്നെ ഇല്ലാതിരിക്കുക, ലീഗിന്റെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതിരിക്കുക, പലപ്പോഴും മൂന്ന് തവണ ഉഭയകക്ഷി യോഗങ്ങളെല്ലാം ചേരുകയും ലീഗിന്റെ താല്പര്യങ്ങൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് തയ്യാറാകാതിരിക്കുക, ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റു ഉപാധികളും അംഗീകരിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാകാതിരിക്കുക, എല്ലാം തന്നെ പ്രത്യേകിച്ചും കോൺഗ്രസ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ദേശീയ തലത്തിലാണെങ്കിൽ സംസ്ഥാന തലത്തിലാണെങ്കിൽ വലിയ തരത്തിലുള്ള ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ലീഗിനെ കൂടി ഇത്തരമൊരു അകറ്റി നിർത്തുന്ന മനോഭാവം കോൺഗ്രസിന് യാതൊരു കാരണവശാലും അത്ര ഉചിതമായിരിക്കുകയില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നേതൃത്വം ഒരുപക്ഷെ വഴങ്ങാൻ തന്നെ തയ്യാറായി കഴിഞ്ഞു, അതായത് നേതൃ ലീഗ് ഒരുപക്ഷെ വഴങ്ങാൻ തയ്യാറായി കഴിഞ്ഞാലും യൂത്ത് ലീഗ് അതിന് തയ്യാറാകാത്ത സാഹചര്യം തന്നെയാണ്. യൂത്ത് ലീഗ് ഇപ്പോഴും ഇടച്ചിൽ തന്നെയാണ്. അർഹതപ്പെട്ട സീറ്റ് ലഭിച്ചേ തീരൂ എന്നുള്ള ഒരു വാശിയിൽ അല്ലെങ്കിൽ ഒരു കടുംപിടുത്തത്തിൽ തന്നെയാണ് യൂത്ത് ലീഗ് എന്ന് പറയുന്നത്. എന്ന് തന്നെയാണെങ്കിലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആലപ്പുഴയിൽ ഉയർന്നു വരുന്ന പേരുകൾ എന്ന് പറയുന്നത്, അതായത് മുൻപത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KP ശ്രീകുമാറിന്റെ പേര് ആലപ്പുഴയിൽ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ AA ഷുക്കൂർ, കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള AA ഷുക്കൂർ തന്നെ മത്സരിക്കും എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇനി ആലപ്പുഴയിൽ ഇനിയിപ്പോൾ ലീഗിനെ സമാധാനിപ്പിക്കാനാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആലപ്പുഴയിൽ ലീഗ് മത്സരിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു സംശയം അവിടെയുണ്ട്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ഏരിയ എന്ന് പറയുന്നത് മലബാർ ഏരിയയാണ്. ആ മലബാർ ലീഗിന് വലിയ രീതിയിലുള്ള സ്വാധീനം തന്നെയുണ്ട്. പലപ്പോഴും ലീഗ് അവകാശപ്പെടുന്ന പോലെ കോൺഗ്രസിന്റെ പോലും വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള, കോൺഗ്രസിന്റെ വോട്ട് പോലും നിശ്ചയിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു സ്വാധീനം ലീഗിന് മലബാർ ഏരിയയിലുണ്ട്. അപ്പോൾ അവിടെ നിന്നും വിട്ടുമാറിക്കൊണ്ട് ആലപ്പുഴയിലേക്ക് ലീഗിന് ഒരു സീറ്റ് നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ ലീഗിന് അതുകൊണ്ടൊരു മെച്ചമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള
എന്നുള്ളൊരു ചോദ്യം അവിടെ തന്നെ പ്രസക്തമാണ്. എന്നാൽ അതേസമയം തന്നെ സുധാകരനെ വെച്ചുകൊണ്ടുള്ള ഈ ഒരു കോൺഗ്രസിന്റെ ഈ കളി അത് എത്ര നാൾ തുടരാനാകും എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. സുധാകരൻ മാറിക്കഴിഞ്ഞാൽ ലീഗ് പിന്മാറിയില്ലെങ്കിൽ വീണ്ടും ലീഗ് ഈ ഒരു നീക്കവുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്ത് തന്നെയാണെങ്കിലും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കെല്ലാം തന്നെ ആയിട്ടുണ്ട്. ചില പേര് വിവരങ്ങളെല്ലാം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ട സാഹചര്യമാണ്. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഘടകകക്ഷികൾക്കിടയിലുള്ള തർക്കങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മുറുകി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ചില സ്വാരസ്യങ്ങളെല്ലാം തന്നെയുള്ള സാഹചര്യമാണ്. അനുനയ നീക്കങ്ങൾ വ്യക്തമായി നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ക്ഷീണം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.